ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലെ വിവിധ കമ്പനികളിലായിട്ട് ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുമായിട്ട് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട്. സോ ഏതൊക്കെ കമ്പനികളിൽ ഏതൊക്കെ പോസ്റ്റിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത്, എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യത മുതലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസ് അപ്ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇത് കംപ്ലീറ്റ് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ വന്ന വേക്കൻസീസ് ആണ്. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പോളിസി ഫോറസ്റ്റ് ഇൻഷുറൻസ് വെബ് അഗ്രിഗേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ അലയൻസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഫ്രഷേഴ്സ് ടു ഒരു 2 വർഷം വരെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ബേസിക്കലി ഒരു ഇൻഷുറൻസ് കമ്പാരിസൺ പ്ലാറ്റ്ഫോം ആണ്. സോ അതാണ് ബേസിക്കലി അവരുടെ ഈ ഒരു കമ്പനി ചെയ്യുന്ന ഒരു വർക്ക് വരുന്നത്. അതിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഈ ഒരു അലയൻസ് എക്സിക്യൂട്ടീവിന്റെ ഡീറ്റെയിൽഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻ ഡെപ്ത് ഞാൻ വായിച്ചു പോകുന്നില്ല. വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. സോ ഈ ഒരു പൊസിഷനിൽ അവർ ചോദിക്കുന്ന യോഗ്യത എന്താണെന്ന് വെച്ചാൽ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പ്രിഫറബിൾ ആണെന്നേ പറയുന്നുള്ളൂ. ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എ മിനിമം ഓഫ് 1 ഇയർ എക്സ്പീരിയൻസ് ഇൻ ബിൽഡിംഗ് ആൻഡ് മാനേജിങ് സ്ട്രാറ്റജിക് അലയൻസസ്, അതാണ് പ്രിഫറബിൾ അവർ പറയുന്നത്. നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള സാലറി, ബെനിഫിറ്റ്സ് കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ബേസിക്കലി അവർ ചോദിക്കുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്, എനി ഡിഗ്രി എന്ന രീതിയിലാണ് അവർ ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് വിത്ത് CRM ആൻഡ് അതർ റെലവൻറ്റ് സോഫ്റ്റ്വെയർ ടൂൾസ് ഒക്കെയാണ് അവർ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ 2 രീതിയിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID ഇതാണ് വരുന്നത്, hro@policyforus.com എന്നാണ്. സോ ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് സബ്ജക്ട് ടാഗിൽ പോസ്റ്റിന്റെ പേരും കൂടി മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിങ്ക് ആണ്. ഈ ഒരു ലിങ്ക് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ക്രോമിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കൊരു ഷീറ്റ് കിട്ടുന്നതാണ്. ഒരു ഷീറ്റ് ഓൺലൈനായി ഗൂഗിൾ ഫോം ഷീറ്റ് ആണ്. അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഫിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ആദ്യം വന്നിട്ടുള്ള വേക്കൻസി. അടുത്ത വേക്കൻസിയും വന്നിട്ടുള്ളത് ഈ സെയിം കമ്പനിയിൽ തന്നെയാണ്. പോളിസി ഫോറസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 0 to 3 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ബേസിക്കലി ഇതിന്റെ ഒരു ജോബ് റോൾ വരുന്നത് കസ്റ്റമർ സപ്പോർട്ടാണ്. ഹാൻഡിൽ കസ്റ്റമർ ഇൻക്വയറീസ് വിയ ഫോൺ, ഇമെയിൽ ആൻഡ് ചാറ്റ് ഒക്കെയാണ് വരുന്നത്. 0 to 4 ഇയർ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് വേണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലോ IT-ലോ ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് അവർ പറയുന്നുണ്ട്. കോമ്പറ്റേറ്റീവ് സാലറി കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു സെയിം ഇമെയിൽ IDയിലേക്ക് hro@policyforus.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ ക്രോമിൽ ഇത് ഇതേപോലെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. അത് ആ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് ആദ്യം വന്നിട്ടുള്ള വേക്കൻസീസ്. അടുത്തത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയുള്ള MP സോഫ്റ്റ്വെയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് അവസരം വന്നിട്ടുള്ളത്. ഇതൊരു എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണ്. IT കാൻഡിഡേറ്റ്സിനുള്ള ഒരു അവസരമാണ്. IT ബിസിനസ് അനലിസ്റ്റിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. 4+ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. ബിസിനസ് അനലിസ്റ്റ് മേഖലയിൽ തന്നെ എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. BTech, MCA, BCA, MSc കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബിസിനസ് അനലിസ്റ്റ് ആയിട്ട് 2+ ഇയേഴ്സ് എക്സ്പീരിയൻസും അതുപോലെ സോഫ്റ്റ്വെയർ പ്രോജക്ട് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടെസ്റ്റിംഗിൽ 2 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV hr@mpsoft.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം വന്നിട്ടുള്ളത് ഈ സെയിം കമ്പനിയിൽ തന്നെയാണ്. സീനിയർ ജാവ ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വന്നിട്ടുള്ളത്. സീനിയർ ജാവ ഡെവലപ്പറിന് 4+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്.
ബേസിക്കലി സ്ട്രോങ് എക്സ്പെർട്ടൈസ് ഇൻ ഓപ്സ്, സ്പ്രിംഗ് MVC, സ്പ്രിംഗ് ബൂട്ട്, സ്പ്രിംഗ് സെക്യൂരിറ്റി, ആ ഒരു സ്കിൽ സെറ്റ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രോങ് നോളേജ് ഇൻ SQL സെർവർ അല്ലെങ്കിൽ ഒറാക്കിൾ ഡാറ്റാബേസ്, അതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഒരു IT റിലേറ്റഡ് സ്കിൽസ് ആണ് അവർ ചോദിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുക്കേണ്ട അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത് hr@empaysoft.com എന്നാണ്. സോ ആ ഒരു ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് സബ്ജക്ട് ടാഗിൽ ആ ഒരു പൊസിഷന്റെ പേര് കൂടി, നിങ്ങൾ ഏതൊരു കമ്പനിയിൽ ഏതൊരു അവസരത്തിലേക്ക് ഏതൊരു വേക്കൻസിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും സബ്ജക്ട് ടാഗിൽ പൊസിഷന്റെ പേര് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഗ്രേപ്പ് ലൈം ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ റിയാക്ട് JSലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മിനിമം 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ്. അത് റിയാക്ട് JSലാണ് അവർ ചോദിക്കുന്നത്. അതേപോലെ ജാവ സ്ക്രിപ്റ്റിലൊക്കെ നല്ല അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ വേണമെന്ന് പറയുന്നുണ്ട്. സ്ട്രോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിഡക്സ്, സാഗ, റിയാക്ട് റൂട്ടർ, വെബ്പാക്ക് സ്റ്റൈൽ കോമ്പണന്റ്, CS6, .jest എന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ ആ ഒരു റെലവൻറ്റ് സ്കിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID ആയ hr@grapelime.in എന്ന അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് സബ്ജക്ട് ടാഗിൽ ഈ ഒരു പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരവും സെയിം കമ്പനിയിൽ തന്നെയാണ്. സെയിം കമ്പനിയിൽ ഇപ്പോൾ PHP സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അപ് ടു 3 years ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. സ്ട്രോങ് നോളേജ് ഓഫ് PHP ഓർ വെബ് സെർവർ എക്സ്പ്ലോയ്റ്റ്സ് ആൻഡ് ദെയർ സൊല്യൂഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഡെമോൺസ്ട്രബിൾ നോളേജ് ഓഫ് വെബ് ടെക്നോളജീസ് ഇൻക്ലൂഡിംഗ് HTML, CSS, JavaScript, AJAX ഒക്കെ അവർ പറയുന്നുണ്ട്. സോ ആ ഒരു സ്കിൽ സെറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഒരു PHP സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒക്കെ ആയിട്ട് റെലവൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു 3 year വരെയൊക്കെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ്. നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV hr@grapelime.in എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം വന്നിട്ടുള്ളത് വീബിൾ സോഫ്റ്റ്ടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ സീനിയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. വി ആർ സീക്കിംഗ് എ ലിനക്സ് ആൻഡ് cPanel സെർവർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് അവർ പറയുന്നുണ്ട്. വിത്ത് മിനിമം 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ലിനക്സ് സെർവർ അഡ്മിനിസ്ട്രേഷൻ, cPanel, അതേപോലെ വെർച്വലൈസേഷൻ, അതൊക്കെയാണ് അവർ ചോദിക്കുന്ന ഒരു IT സ്കിൽസ്. സോ കീ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ വായിച്ചു പോകുന്നില്ല, നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. ആ ഒരു റെലവൻറ്റ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റെലവൻറ്റ് സ്കിൽ സെറ്റ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV careers@webull.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ്, പ്രോവിഡന്റ് ഫണ്ട് മുതലായ അഡീഷണൽ അലവൻസസ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 1 to 2 years ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇൻ ലിനക്സ് സെർവർ അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ് അവർ ചോദിക്കുന്നത്. 8-hour ഷിഫ്റ്റ്സ് ആണ് വരുന്നത്. രാവിലെ 7 മണി ടു നൈറ്റ് 11 PM ഉള്ളിലുള്ള ഒരു 8-hour ഷിഫ്റ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് ഒരു റിമോട്ട് വർക്ക് ഫ്രം ഹോം, അതൊരു ടെമ്പററി വർക്ക് ഫ്രം ഹോം അവസരമാണ് വന്നിട്ടുള്ളത്. വർക്ക്സ് ആൻഡ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഈ ഒരു കമ്പനിയിലാണ് അവസരം വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈവൻ ഫ്രഷേഴ്സ് ടു 2 year വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. NOC എഞ്ചിനീയർ എന്ന പൊസിഷനിലേക്കാണ് അവർ ഈ ഒരു ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത്. ബേസിക്കലി ജോബ് ഡിസ്ക്രിപ്ഷൻ നോക്കുകയാണെങ്കിൽ റാപ്പിഡ്ലി റെസ്പോണ്ട് ടു ഓൾ അലേർട്സ്, റെസ്റ്റോറിംഗ് ഓർ എസ്കലേറ്റിംഗ് സർവീസ് ഓർ ആപ്ലിക്കേഷൻസ്, ഒരു ടെക് സപ്പോർട്ട് മേഖലയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ്. എന്തെങ്കിലും ഒരു എസ്കലേഷൻസ് കാര്യങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ റീസ്റ്റോറേഷൻസ്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ്, സെർവർ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അത് ട്രാക്ക് ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക, ഇഷ്യൂ റിസോൾവ് ചെയ്യുക. അവരുടെ ഒരു SOP പ്രകാരം ഈ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എസ്കലേഷൻസ് കാര്യങ്ങളൊക്കെ ട്രബിൾ ഷൂട്ട് ചെയ്യുക മുതലായ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ ജോബ് റോള് വരുന്നത്. 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. MCSE അല്ലെങ്കിൽ MCSA, CCNA മുതലായ ഒരു IT സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നിർബന്ധമാണ് എന്ന് പറയുന്നില്ല, അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യാൻ ഓക്കെ ആയിരിക്കണം എന്നൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. പ്ലസ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും കൂടി വേണം.
സോ നല്ലൊരു അവസരമാണ്. ഇതൊരു വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി ആണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ടെമ്പററി എന്ന് അവർ പറയുന്നുണ്ട്, എങ്കിലും അത് വർക്ക് ഫ്രം ഹോം ആണ് നിലവിൽ. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV careers@worksend.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV എന്ന് പറയുമ്പോൾ കറക്റ്റ് ഫോൺ നമ്പർ, കറക്റ്റ് ഇമെയിൽ ഐ ഡി, നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്കിൽസ് ഉള്ളത്, എന്താണ് പഠിച്ചത്, എന്തൊക്കെ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV സബ്ജക്ട് ടാഗിൽ NOC എഞ്ചിനീയർ ജോബ് ആപ്ലിക്കേഷൻ എന്നുകൂടി മെൻഷൻ ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലായിട്ടാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. വർക്ക് ഫ്രം ഹോം ഒക്കെ ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിക്കുന്നുണ്ട്. സോ അവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്